ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനായിട്ട് ഞാൻ അധികം പുളിയില്ലാത്ത 1/2 കപ്പ് നല്ല കട്ടിയുള്ള തൈര് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ് 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. അത് ഒരെണ്ണം വളരെ കനം കുറച്ച് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഇതള് വേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് ഇതിൽ മിക്സായി വരുന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇത് ഞാനൊന്ന് മൂടി വെക്കുകയാണ് കേട്ടോ. ഇനി ഒരു ചീനച്ചട്ടി ചൂടാവാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ചൂടായപ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് പൊട്ടിച്ചിട്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് മുളക് ചതച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് ചെറിയ ഉള്ളി നുറുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായിട്ട് മുരിഞ്ഞൊന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ് നേരം ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായിട്ട് വഴറ്റി എടുക്കൊന്നും വേണ്ട, വെറുതെ ഒന്ന് ചൂട് കയറ്റി എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മുടെ ഇത് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പം ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി ഇത് നേരെ നമുക്ക് ആ തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് കൂട്ടാനൊന്നും വെക്കാതെ ഇരിക്കുമ്പോൾ തട്ടി കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്. ഇതുണ്ടെങ്കിൽ വേറെ കൂട്ടാൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റായിട്ട് നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല, നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് തന്നെ അറിയണം. നല്ല രസമുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു അടിപൊളി സൈഡ് ഡിഷായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.